നമസ്കാരം. അങ്ങനെ നാലാമത്തെ കളി ഇന്ത്യ തോറ്റു. ഇന്ത്യ അവന്മാരടിച്ച് തൂറിച്ചു എന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ? വോട്ടടെ 3 കളി തുടർച്ചയായിട്ട് ഓട്ടിച്ചിട്ടടിച്ചില്ലേ. ഒരു കളിയൊക്കെ തോക്കാം, വലിയ വിഷയമൊന്നുമില്ല, അങ്ങ് വിട്ടുകള. ഒരു കളിയൊക്കെ തോക്കാം എന്നുള്ളതാണ്. അതായത് നാലാമത്തെ കളിയിൽ ന്യൂസിലൻഡ് 50 റൺസിന് ഏകപക്ഷീയമായിട്ട് ജയിച്ചു എന്ന് തന്നെ പറയാം, അല്ലേ? കിടിലമായിട്ട് അവന്മാർ ബാറ്റ് ചെയ്തു. അവന്മാരെ കുറെ 3 കളി കൊണ്ട് അടിവാച്ച് നാണം കെട്ട് നാണക്കേടിന്റെ അങ്ങേ അറ്റമായി കിടക്കുകയായിരുന്നു. അപ്പോൾ ഇന്നൊരു അവസരം കിട്ടി. ഇന്ന് അവന്മാര് 215 റൺസ് അടിച്ചു 20 ഓവറിൽ 7 വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തിക്കൊണ്ട്. അങ്ങനെ ഇന്ത്യ തിരിച്ചടിച്ചു തുടങ്ങി. 165 റൺസിൽ ആൾ ഔട്ടായി. 18.4 ഓവർ മാത്രമേ ബാറ്റ് ചെയ്യാൻ അവസരം കിട്ടിയുള്ളൂ. അതിന് മുമ്പേ തീർന്നു എന്നുള്ളതാണ്, മനസ്സിലായോ? അപ്പോൾ 50 റൺസിന്റെ വിജയം ആർക്ക്? ന്യൂസിലൻഡിനെ നേടിക്കൊടുത്തു എന്നുള്ളതാണ്. സഞ്ജു സാംസൺ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നല്ലൊരു അവസരമായിരുന്നു കേട്ടോ സഞ്ജു സാംസന്. ഇന്നും ഔട്ടായ ബോൾ കണ്ടു കഴിഞ്ഞാൽ, ബാറ്റ് വെച്ച രീതി കണ്ടു കഴിഞ്ഞാൽ സോഫ്റ്റ് ഡിസ്മിസൽ എന്ന് എനിക്ക് ഇന്നും പറയാൻ പറ്റത്തുള്ളൂ. കാരണം നല്ലൊരു അവസരമായിരുന്നു. ഇന്ന് നമുക്ക് എടുത്തു പറയാനുള്ള മറ്റൊരു കേസ് ശിവം ദൂബെയുടെ താണ്ഡവമാണ് നമ്മൾ ഇന്ന് കണ്ടത്. ഒരുത്തൻ കഴിഞ്ഞ കളി 14 ബോളിൽ നിന്ന് ഹാഫ് സെഞ്ചുറി അടിച്ചു. ഇന്ന് ശിവം ദൂബെ 15 ബോളിൽ നിന്ന് ഹാഫ് സെഞ്ചുറി അടിച്ചു. നമുക്ക് ഒരു വേള തോന്നിപ്പോയി ഇവൻ അടിച്ച് ജയിപ്പിക്കുമോ, വീണ്ടും അവന്മാർ നാണം കെടുമോ എന്നൊക്കെ തോന്നിപ്പോയി. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ദൗർഭാഗ്യകരമായിട്ടാണ് ഔട്ടായത്. മനസ്സിലായല്ലോ? ഔട്ടായ സംഭവം കണ്ടല്ലോ. അങ്ങനെയായിരുന്നു. ഇനി എനിക്ക് ചോദിക്കണം, ഞാൻ ഇന്ന് സത്യം പറഞ്ഞാൽ ടോസ് ഇട്ട സമയത്ത് ഞാൻ കണ്ടില്ല. കളി തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ കണ്ടത്. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് നമ്മുടെ കിഷാനെ എന്തിനു മാറ്റിയിട്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇഷാന്ത് കിഷനെ എന്തിനു മാറ്റി എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാനന്ന് കേട്ടുമില്ല. റെസ്റ്റ് കൊടുത്തതാണോ? അതിന്റെ ഒരു ആവശ്യവും ഇല്ലായിരുന്നു. അവനിത്ര കളിച്ച് വരെയായിരുന്നു. ഞാൻ കേട്ടില്ല. ഇനി വല്ല പരിക്കാട്ടാണോ എന്ന് ഞാൻ കണ്ടില്ല. ഓക്കെ, അവനെ എന്തിനു മാറ്റിയെന്നുണ്ട്. അല്ലെങ്കിൽ ഈ പറയുന്ന അഭിഷേക് ശർമ്മ ഫസ്റ്റ് ബോളിൽ തന്നെ ഔട്ടായപ്പോൾ അവൻ വന്ന് 2 അടി അടിച്ച് തുടങ്ങിയതിന് വീണ്ടും ആ ഒരു മൊമെന്റം നമുക്ക് തിരിച്ചു കിട്ടുമായിരുന്നു. പക്ഷെ എന്തെന്നറിഞ്ഞില്ല, അവനെ മാറ്റി വെച്ചിട്ട് അവനെ ഇന്ന് ഇറക്കിയില്ല എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പോൾ സ്കോർ നോക്കിക്കഴിഞ്ഞാൽ അതിന് മുമ്പേ നമ്മുടെ ഇന്നത്തെ കളിയിൽ ഈ പറയുന്ന ഞാൻ കഴിഞ്ഞ കളി പറഞ്ഞതുപോലെ സഞ്ജു സാംസൺ നീ ഒന്ന് നോൺ സ്ട്രൈക്കറിൽ നില്ലേ, മറ്റവനെ കൊണ്ട് ഓപ്പൺ ചെയ്യിപ്പിക്കൂ എന്നൊക്കെ പറഞ്ഞവൻ കൃത്യമായിട്ട് കേട്ടു. നോൺ സ്ട്രൈക്കറിലായിരുന്നു നമ്മുടെ സഞ്ജു. അപ്പോൾ അഭിഷേക് ആയിരുന്നു. ഫസ്റ്റ് ബോളിൽ തന്നെ അഭിഷേക് 6 അടിക്കാൻ നോക്കി. അൺഫോർച്ചുനേറ്റ്ലി എപ്പോഴും 6 ഒന്നും പോകില്ലേ. ഈ വട്ടം അവൻ ഡക്കിൽ ഫസ്റ്റ് ബോളിൽ തന്നെ അഭിഷേക് ശർമ്മ ഡക്കായി പോയി എന്നുള്ളതാണ്. മനസ്സിലായോ? അതിനുശേഷമാണ് അഭിഷേക് ശർമ്മ, അതായത് കഴിഞ്ഞ തവണ കളിച്ച ആരും ഈ തവണ കളിച്ചില്ല എന്നുള്ളത്. അതായത് 2 കളി കൊണ്ട് ക്യാപ്റ്റനായ സൂര്യകുമാർ യാദവും അഭിഷേക് ശർമ്മയും കൂടി നിന്ന്, പിന്നെ അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ കിഷാണനും കൂടി നിന്നാണ് അടിച്ചോടുന്നത്. കിഷാണ ഇന്ന് ഇല്ലായിരുന്നു. ബാക്കി 2 പേരും ഉണ്ട്. 2 പേരും കളിച്ചു. സൂര്യകുമാർ യാദവ് 8, അഭിഷേക് ശർമ്മ 0 ആയിരുന്നു. അതിനുശേഷം സഞ്ജു സാംസണ് നല്ലൊരു അവസരം ഉണ്ടായിരുന്നു. ഇന്നും ഒന്നും നടന്നില്ല എന്നുള്ളതാണ്. ഒരു 50 എങ്കിലും നിനക്ക് അടിക്കാമായിരുന്നു. ശരി, ഓക്കെ. അങ്ങനെ പിന്നീട് ഇന്ന് ആർക്ക് ഇന്ത്യക്ക് ടോസ് കിട്ടി. ഇന്ത്യ എന്ത് ചെയ്തു? ബാറ്റിങ്ങിന് വേണ്ടി കൊടുത്തു. കോൺവേ ഓപ്പണിംഗ് നിന്ന് 2 ഓണം കൂടി നിന്ന് നെരിച്ചടിച്ചു. കോൺവേ 44 റൺസ് അടിച്ചു. 23 ബോളുകൾ നേരിട്ട് കൊണ്ട് 3 6ഉം 4 4കളും അടിച്ചു. ടി സെറഫ് 62 റൺസ് അടിച്ചു. 36 ബോളിൽ അവൻ കുറെ കളി കൊണ്ട് ഫോം ഔട്ട് ആയിരുന്നു. അവൻ ഇന്ന് 36 ബോളിൽ നിന്ന് 62 റൺസ് ഇട്ട് 3 6ഉം 7 4 വഴിക്ക് അടിച്ചു. പക്ഷെ 2 ലൈഫുകൾ ഇഷ്ടംമാരുണ്ട്. രവീന്ദ്രയ്ക്ക് ഇന്ന് കളിക്കാൻ പറ്റില്ല. ഫിലിപ്സിന് ഇന്ന് വലുതായിട്ട് തിളങ്ങാൻ പറ്റില്ല. ചാപ്പലില്ല. പിന്നെ ലാസ്റ്റ് വന്ന് മിച്ചല് 39 റൺസ് അടിച്ചു എന്നുള്ളതാണ്. മനസ്സിലായോ? ഇനി ഫസ്റ്റ് വിക്കറ്റ് പോയത് തന്നെ 100 റൺസിലാണ് നമ്മുടെ ഫസ്റ്റ് വിക്കറ്റ് പോകുന്നത് ഓർക്കുക. അതിനുശേഷം 103-ന് പിന്നെ റെഗുലറായിട്ട് വിക്കറ്റുകൾ പോയി എന്നുള്ളതാണ്. ഇതൊന്നും അല്ല, റണ്ണ് നല്ല കൂടി കയറാനുള്ളതായിരുന്നു പോട്ടെ. അപ്പോൾ ഇന്ന് എല്ലാവർക്കും നല്ല രീതിയിൽ അടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഹർഷദീപ് സിംഗിന് 33 റൺസ് വിട്ടുകൊടുത്ത് 2 വിക്കറ്റ്. ഹർഷദ് റാണ ഇന്ന് അടിച്ച് റൊട്ടിയാക്കി 54 റൺസ് അടിച്ചിരുന്നു 4 ഓവറിൽ. ഒരു വിക്കറ്റും കിട്ടിയില്ല. ബുംറയ്ക്ക് അവസാന ഓവറിൽ കിട്ടിയ അടിയാണ് 38 റൺസ്. വിഷ്ണോയി ഇന്ന് ഒരു വിക്കറ്റ് 49 റൺസ്. കുൽദീപ് യാദവ് 4 ഓവർ 2 വിക്കറ്റും 39 റൺസ്. കുൽദീപ് യാദവാണ് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കളി ഇല്ലായിരുന്നു ഈ പറയുന്ന നമ്മുടെ കിഷാണിന് പകരം വന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യക്ക് 216 റൺസ് വേണമായിരുന്നു ജയിക്കാൻ. നമുക്കൊക്കെ വിചാരിച്ച് 2 കളി കൊണ്ട് കാണണം 6 അടി അടിക്കുന്ന ചോദിച്ചു. അതുകൊണ്ട് തന്നെ ഇന്ന് സഞ്ജു സാംസണെ നോൺ സ്ട്രൈക്കിൽ വെച്ചിട്ട് അഭിഷേക് ശർമ്മയാണ് ഓപ്പൺ ചെയ്തത്. പക്ഷെ ഫസ്റ്റ് ബോൾ തന്നെ അഭിഷേക് ശർമ്മ
പവിലിയിലേക്ക് മടങ്ങി എന്നുള്ളതാണ്. അതിനുശേഷം പിന്നെ സൂര്യകുമാർ യാദവ് വരുന്നു. സൂര്യകുമാർ യാദവും പെട്ടെന്ന് തന്നെ 2 ബൗണ്ടറിയൊക്കെ അടിച്ചു. പക്ഷെ പെട്ടെന്ന് തന്നെ പോയി വെറും 8 ബോളിൽ നേരിട്ട് കൊണ്ട് 8 റൺസ് മാത്രമേ നേടിയെടുക്കാൻ നമ്മുടെ ക്യാപ്റ്റന് കഴിഞ്ഞുള്ളൂ. സഞ്ജു സാംസൺ പതുക്കെ തുടങ്ങിയെങ്കിലും ഒരു രീതിയിൽ ഫോമായിട്ട് വരികയായിരുന്നു. ഒരു 6, 3 4 ഒക്കെ അടിച്ചു. 15 ബോളിൽ നിന്ന് 24 റൺസ് അടിച്ചു. സ്ട്രൈക്ക് റേറ്റ് ഒക്കെ 160 ഉണ്ട്. പക്ഷേ ആ സാറ്റ്നറുടെ ബോള് ജസ്റ്റ് ഒന്ന് ടേൺ ആയതേ ഉള്ളൂ. അതൊരു സത്യം പറഞ്ഞ ഒരു സോഫ്റ്റ് ഡിസ്മിസൽ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. എന്നൊരു 50 അടിക്കാനുള്ള വളരെ നല്ലൊരു ചാൻസ് ആയിരുന്നു കൊണ്ട് കളഞ്ഞു എന്നുള്ളതാണ്. പിന്നെ ഈ പറയുന്ന എടുത്തു പറയേണ്ടത് നമ്മുടെ റിങ്കു സിംഗിനെ നേരത്തെ ഇറക്കി വിട്ടു. സെക്കൻഡ് ഡൗൺ റിങ്കു സിംഗ് ആയിരുന്നു. റിങ്കു സിംഗ് 30 ബോൾ നേരിട്ടുകൊണ്ട് 39 റൺസ് ഇത്ര അടിച്ചു വരും എന്നുള്ള രീതിയിലേക്ക് വന്നപ്പോൾ എന്ത് ചെയ്തു? LBW കുടുങ്ങി പുറത്തായി. 2 സിക്സുകളും 2 സിക്സുകൾ തുടർച്ചയായിട്ട് അടിച്ചു. അതിൽ ഓഫ് സൈഡിൽ അടിച്ച 6 സൂപ്പർ 6 ആയിരുന്നു കേട്ടോ. 3 4കളും അടിച്ചു പോയി. ഹാർദിക് പാണ്ഡ്യ കുൻഫു പാണ്ഡ്യയ്ക്ക് ഇന്നും നടന്നില്ല. കുൻഫു പാണ്ഡ്യ 2 റൺസ് മാത്രമേ കുൻഫു പാണ്ഡ്യയ്ക്ക് നടിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അങ്ങനെ കുൻഫു പാണ്ഡ്യ പോയി. അതിനുശേഷമാണ് നമ്മുടെ ശിവം ഡൂബെ വരുന്നത് കേട്ടോ. ഡൂബെ വന്ന് ഫസ്റ്റ് ബോൾ തൊട്ട് 6 അടിച്ച് തുടങ്ങിയതാണ്. എൻ്റെ അമ്മോ 7 6, 1 2 അല്ല 7 6, ഒരു ഓവറിൽ 29 റൺസ് അടിച്ചിട്ടുണ്ട്. മനസ്സിലായോ? 7 6ഉം 3 4കളും 23 ബോൾ മാത്രം നേരിട്ടുകൊണ്ട് 65 റൺസ് വെറും 15 ബോളിൽ നിന്നാണ് ഹാഫ് സെഞ്ചുറി നേടിയത് എന്നുള്ളതാണ് ശിവം ഡൂബെ. ശിവൻ ഡൂബയും റിങ്കു സിംഗും നിന്നപ്പോൾ വളരെ വിജയപ്രതീക്ഷ ഉണ്ടായിരുന്നു. റിങ്കു സിംഗ് ഔട്ടായതിനു ശേഷവും നമ്മുടെ ഹർഷിത് റാണയുമായിട്ടുള്ള ആ ഒരു കൂട്ടുകെട്ടിൽ അവിടെ നല്ല പിന്നെ വിജയപ്രതീക്ഷ ഉണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഹർഷിത് റാണ അടിച്ച ബോൾ തട്ടി എന്ത് ചെയ്ത് മറ്റേ കൈവെച്ചെടുത്ത് വിക്കറ്റ് കൊണ്ട് റൺഔട്ടായി എന്നുള്ളതാണ്. മനസ്സിലായോ? അല്ലാന്നുണ്ടെങ്കിൽ വിജയ സാധ്യത ഉണ്ടായിരുന്നു. പിന്നെ ഒന്നും പറയണ്ട, ബിഷ്ണോയ് വന്ന് എന്തൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ബാക്കിയെല്ലാം പടപട പോയി എന്നുള്ളതാണ്. അപ്പോൾ 18 പോയിന്റ് 4 ഓവർ മാത്രം ബാറ്റ് ചെയ്ത് 165 റൺസിന് ഇന്ത്യ ഔട്ടായി. 50 റൺസിന്റെ വലിയ തോൽവി. 50 റൺസിന്റെ തോൽവി എന്ന് പറഞ്ഞാൽ ചെറിയ തോൽവിയല്ല. മനസ്സിലായോ? അപ്പോൾ വിക്കറ്റ് വീണത് എങ്ങനെ? ഫസ്റ്റ് സ്കോർ ബോർഡിൽ 0 റൺസ് ആയിരുന്നപ്പോൾ ആദ്യത്തെ ഒരു വിക്കറ്റ്, പിന്നെ 9-ൽ 2, 55-ൽ 3, 63-ൽ 4, അങ്ങനെ പടപട വിക്കറ്റുകൾ പോകുന്നുണ്ട്. അവന്മാരെ വിക്കറ്റ് എടുത്തത് ഏറ്റവും കൂടുതൽ എടുത്തത് സാറ്റ്നർ 3 വിക്കറ്റ് എടുത്തിട്ടുണ്ട്. സോദി 2 വിക്കറ്റ് എടുത്തിട്ടുണ്ട്. പക്ഷെ സോദിക്ക് നല്ല അടി കിട്ടി. സോദിനെയാണ് 29 അടിച്ചത് കേട്ടോ. നമ്മുടെ സ്പിന്നേഴ്സൊക്കെ ഒരുവിധം എറിഞ്ഞു കേട്ടോ. ഡഫി ഈ പറയുന്ന 2 വിക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. 33 പിന്നെ റൺസ് വിട്ടുകൊടുത്തുകൊണ്ട്. അപ്പൊ ഇതായിരുന്നു സംഭവം. 4ാമത്തെ കളി ഇന്ത്യ തോറ്റിരിക്കുന്നു. കുഴപ്പമില്ല. 5ാമത്തെ കളി നടക്കുന്നത് ട്രിവാൻഡ്രത്ത് വെച്ചാണ്. ഇവിടെയുള്ള ട്രിവാൻഡ്രത്ത് വെച്ചാണ് 5ാമത്തെ കളി നടക്കുന്നത്. സഞ്ജു സാംസൺ അന്നും അവസരം കിട്ടും എന്നുള്ളതിന് ഒരു മാറ്റവുമില്ല. അവന്റെ ഹോം ഗ്രൗണ്ട് കൂടിയാണ് എന്നുള്ളതാണ്. നാളത്തെ അല്ലെങ്കിൽ 5ാമത്തെ കളിയിൽ നോക്കേണ്ടതായിട്ടിരിക്കുന്ന സഞ്ജു സാംസൺ അവിടെയെങ്കിലും ഫോം ആയില്ല എന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പണിയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പം ഈ പറയുന്ന എന്താണ്, വേൾഡ് കപ്പ് വരുമ്പോൾ മിക്കവാറും ഇഷാന്ത് കിഷനെ എടുത്ത് എന്ത് ചെയ്യും? പറഞ്ഞ കീപ്പ് ആക്കുകയും ഈ നമ്മുടെ യവൻ വർമ്മ വരുമ്പോൾ അവൻ വരുമ്പോൾ എന്ത് ചെയ്യും? യവനെ ഇഷാന്ത് കിഷന്റെ നമ്പറിലേക്ക് ഫസ്റ്റ് ഡൗൺ ആയിട്ട് വർമ്മയും തിലക് വർമ്മയും പിന്നീട് എന്ത് ചെയ്തു കീപ്പറായിട്ട് അല്ലെങ്കിൽ ഓപ്പണിംഗ് കം കീപ്പറായിട്ട് ആരെ ഇഷാന്ത് കിഷനെയും കൂടി എടുക്കാൻ വേണ്ടി ഒരു തീരുമാനിച്ച സഞ്ജു നീ പെടും. അതുകൊണ്ട് എന്തായാലും എല്ലാവരും പറഞ്ഞല്ലോ ഇപ്പോൾ ഒരു എന്തൊരു ലാക്ക് ഓഫ് എന്താണ് ഒരു കോൺഫിഡൻസിന്റെ കുറവുണ്ട് അവന് അല്ലേ. ആ കോൺഫിഡൻസ് കിട്ടിയ ഒരു ഇന്നിങ്സ് എല്ലാവരും പറയും പോലെ, അല്ലെങ്കിൽ ഇന്ത്യൻ ടീം തന്നെ അല്ലെങ്കിൽ കോച്ച് പറയും പോലെ ഒരു ഇന്നിങ്സ് മതി, വെറും ഒരു ഇന്നിങ്സ് മതി അവന്റെ ആ ഒരു എന്താണ് നഷ്ടപ്പെട്ടു പോയ ആ ഒരു കോൺഫിഡൻസ് തിരിച്ചു കിട്ടാൻ. പക്ഷേ ഇതെല്ലാത്തിനും ഭാഗ്യം എന്ന് പറയുന്ന ഒരു സാധനം കൂടി വേണം. ആ ഭാഗ്യം അവന് കിട്ടുന്നില്ല. ഉറപ്പായിട്ടും അടുത്ത കളിയിൽ അവന്റെ പിന്നീട് എന്താണ് അവന്റെ നാട്ടിൽ തന്നെ കളിക്കേണ്ടി വരുമ്പോൾ ആ ഒരു ഭാഗ്യം തിരിച്ചു കിട്ടി കുറഞ്ഞത് ഒരു ഹാഫ് സെഞ്ചുറി എങ്കിലും ഒരു 50 അടിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് അറിയപ്പെടുത്തും. വീട് കാണാം. ജയ് ഹിന്ദ്.